ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, എങ്ങോട്ടേക്കാ? ആരാ? ആരൊക്കെ? നിങ്ങൾ മാത്രം? ഗൈസ്, ഞങ്ങളെ വീട്ടിൽ 5 വന്നു ഗൈസ്. ദൈവമേ, നീ വീണ്ടും വന്നു. അച്ഛനെ തിമിര. എന്തിനാ വന്ന്? ആരാ പഠിപ്പിക്കുന്നു? ഞാൻ കപ്പയും ചിക്കനും. ഞാൻ ചിക്കനും ചോറും നായി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്ത് കുത്തി തിന്ന. അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ലക്ഷ്യവും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ ഇറങ്ങുകയാണ്. മൂന്നാളും കൂടി റെഡിയായിട്ട് ചെറിയ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ തിണ്ടിത്തിരിഞ്ഞ് നടക്കാനുള്ള പൂതി കൊണ്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും, ഞാൻ ഓൾറെഡി റെഡി ആയിട്ടാണ് വന്നത്, അവർ രണ്ടുപേരും റെഡി ആവാണ്. സുന്ദരിമണികളൊക്കെ ആയിട്ട് അവർ ഇറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് അവരുടെ വീടാണ് കേട്ടോ, അമ്മൂൻ്റെ 2 അമ്മമാരുടെ വീടാണ്. അവർ ഏട്ടൻ്റെ അനിയൻ്റെ ഭാര്യമാരാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ്റെ ഏട്ടനാണ്, അതായത് അവരുടെ അച്ഛനാണ്, ഭർത്താവിൻ്റെ അച്ഛനാണ്. അച്ചാച്ചൻ എന്നാണ് കേട്ടോ ഞങ്ങളെ വിളിക്കുക. അങ്ങനെ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പോൾ അതിങ്ങനെ ഞാൻ അവളോട് രസമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ്, കാര്യമായിട്ടൊന്നുമില്ല, സാധാ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അവർ രണ്ടുപേരും വന്ന് നമ്മൾ 3 കൂടി ഇറങ്ങിയിട്ടോ. ലക്ഷ്യബോധമില്ലാത്ത യാത്രയാണ്, അറിയാലോ. അങ്ങനെ പൂവെല്ലാം പറിച്ച് കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് തിരിഞ്ഞ് അങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് വഴി തെറ്റിപ്പോയി, വഴി മാറിപ്പോയി. ഏതൊക്കെയൊക്കെയോ വഴി കൂടെയൊക്കെയാണ് പോകുന്നത്. പിന്നെ പോയ വഴിയെ തന്നെ തിരിച്ച് വന്നു, കാരണം തെറ്റിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ വന്ന് വീണ്ടും മെയിൻ റോഡുമ്മ കൂടിയാണ് പിന്നെയും പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇവിടെ കുറച്ച് പണിയുണ്ട്. അങ്ങനെ വന്നതാണ് കേട്ടോ. ഭാരത് മാത അംഗനവാടിയാണ് കുറ്റ്യാടിയുള്ളത്. ഇവിടെ കുട്ടികൾക്ക് 26-ാം തീയതി കലോത്സവമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഒപ്പനയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്ക് കളിക്കാൻ പറ്റുന്ന രീതിക്ക് ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് എല്ലാവരും കളിക്കുകയും കിടക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞപ്പോഴത്തേനും അവർക്ക് ഭയങ്കര ഉഷാറായിട്ടോ. നല്ല കുട്ടികളായിരുന്നു. കുറച്ച് പേര് തീരെ കുഞ്ഞു മക്കൾ, അപ്പോൾ അവരത് ചെയ്യുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പറ്റുന്ന കുട്ടികളൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇവരൊക്കെ മുന്നിൽ നിൽക്കുന്ന ഈ 5 കുട്ടികളില്ല, അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞു കൊടുത്ത് അറിയില്ലെങ്കിലും വേഗം ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഒറ്റ തവണയാണ് ഞങ്ങൾ ക്ലാസ്സായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അവരപ്പം തന്നെ അത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സമയമായി. അങ്ങനെ ഉപ്പുമാവാണ് കേട്ടോ കൊടുക്കുന്നത്. അതൊക്കെ കഴിച്ച് പേരൻസൊക്കെ വന്ന് തുടങ്ങി കൂട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് കുട്ടികളൊക്കെ പേരൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ അവർക്ക് പേരൻസ് പറഞ്ഞു രാവിലെ എണീക്കുമ്പോൾ തന്നെ അങ്ങനെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്, ഒപ്പന കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ രാവിലെ എണീക്കും, ഭയങ്കര ഉഷാറാണ്, അംഗനവാടി വരാൻ വേണ്ടിയിട്ട് ഉഷാറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടി നല്ലൊരു മോളാണ് കേട്ടോ. അതിന് 2.5 വയസ്സോ 3 വയസ്സായോ ജസ്റ്റ് ആയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു, 3 വയസ്സാണെന്ന് തോന്നുന്നു. പക്ഷേങ്കിൽ നല്ല രസമുണ്ട് അതിൻ്റെ വർത്താനമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും അതെ കേട്ടോ, എല്ലാ മക്കളും നല്ല മക്കളായിരുന്നു. ഇവരിങ്ങനെ ഈ ഊരി കുത്തുന്ന സാധനത്തിൽ കളിക്കുന്ന കണ്ടിട്ട് അമ്മൂനൊരു പൂതി കേട്ടോ, അതിൽ കയറി കളിക്കണമെന്ന്. ജസ്റ്റ് ഒരു തവണ അവളും കയറി നോക്കിട്ടോ.
ഒന്നുമില്ല, നല്ലതുണ്ടായിരുന്നു. അവളുടെ വയ്യ തന്നെ കുട്ടികളും വരുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്, കാരണം എത്രയും വലിയെടുത്തി കളിച്ചല്ലോ എന്നായിരിക്കും. അങ്ങനെ ഇതാ മോനൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ് കേട്ടോ. ടാറ്റയൊക്കെ തരുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമായിട്ടോ, ഞങ്ങളോടൊക്കെ കമ്പനിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാവരും പോയി. നമ്മൾ ഇതാ ക്ഷീണിച്ച് പോയിട്ടോ അമ്മയൊക്കെ. തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഉണ്ണിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ വീടിൻ്റെ അവിടെ താഴെ ഇറക്കി കൊടുത്തു. ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി. അപ്പോൾ അത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.